ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുൽ സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നഗരങ്ങളുടെ സവിശേഷതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് സിറ്റീസ് നോക്കാൻ വേണ്ടിയാണ്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എക്സാമിനേഷന് സ്ഥിരമായി വരുന്ന ഒരു ചോദ്യമാണ്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റു ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. നഗരങ്ങളുടെയും അതുപോലെ തന്നെ വില്ലേജിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമങ്ങളുടെയും അതുപോലെ തന്നെ ട്രൈബൽ യൂണിറ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഗോത്ര വിഭാഗങ്ങളുടെയും സവിശേഷതകൾ നമുക്ക് മാറി മാറി ചോദിക്കാറുണ്ട്. പക്ഷെ കൂടുതൽ ചോദ്യം വരുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. എന്തായാലും നമുക്ക് മറ്റ് യൂണിറ്റുകളുടെ ചില സവിശേഷതകൾ കൂടി പറഞ്ഞു പോകാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നഗരങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം തന്നെ നോക്കി പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ഥിര സാന്നിധ്യമായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നഗരങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് സെന്റേഴ്സ് ഓഫ് ഡൈവേഴ്സിറ്റി. വൈവിധ്യങ്ങളുടെ കേന്ദ്രമാണിത് നഗരങ്ങൾ എന്ന് പറയുന്നത്. വൈവിധ്യം എന്ന് പറയുമ്പോൾ സ്പീക്ക് ഇൻ മെനി ലാംഗ്വേജ്, വ്യത്യസ്തമാർന്ന ഭാഷകൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ എവിടെ ഉണ്ട്, നമ്മുടെ ഈ നഗരങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തന്നെ ഡിഫറെന്റ് ക്ലോത്ത്സ്, പല വേഷങ്ങളാണ് അല്ലെ. നമ്മൾ നഗരങ്ങളിലേക്ക് പോകുമ്പോൾ ഒരേപോലുള്ള വേഷവിധാനങ്ങളാണോ ആളുകൾ? അല്ല, പലതരത്തിലുള്ള വേഷങ്ങളാണ് ചെയ്യുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെയോ ഫോളോ ഡൈവേഴ്സ് ഫുഡ് ഹാബിറ്റ്സ്, വിവിധ ഭക്ഷണ രീതികൾ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അതായത് നമ്മൾ ഗ്രാമങ്ങളെ അപേക്ഷിച്ച് നഗരങ്ങളിൽ എന്തുണ്ടാവുന്നുണ്ട്, വ്യത്യസ്ത ഭക്ഷണങ്ങളാണ് ആളുകളുടെ ഭക്ഷണ രീതി, ഭക്ഷണചര്യ എന്നൊക്കെ പറയുന്നത് വളരെ വ്യത്യസ്തമാണ്, വൈവിധ്യമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കൊടുക്കാം വൈവിധ്യങ്ങളുടെ കേന്ദ്രമാണ്, സെന്റർ ഓഫ് ഡൈവേഴ്സിറ്റി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കൊടുക്കാൻ പറ്റും. ഈ സബ് പോയിന്റ്സ് എന്ന് പറയുന്നത് എല്ലാം പഠിക്കൊന്നും വേണ്ട. സബ് പോയിന്റ്സ് ദാറ്റ് മീൻസ് ഈ പോയിന്റ്സ് എല്ലാം ഒന്നും പഠിക്കേണ്ട, ഒന്നോ രണ്ടോ എന്ത് ചെയ്യുക, പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചിലതിൽ 2, 3, 4 ഒക്കെ സബ് പോയിന്റ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതെല്ലാം പഠിക്കാൻ വേണ്ട, മിനിമം ഒന്ന് പഠിച്ചു പോവാം. അപ്പോൾ എന്ത് ചെയ്യുക, മെയിൻ പോയിന്റ്സ് ദാറ്റ് മീൻസ് സെന്റർ ഓഫ് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ വൈവിധ്യങ്ങളുടെ കേന്ദ്രം എന്ന് പറയുന്ന പോയിന്റും ഒരു പോയിന്റ് അതിനോട് സംബന്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അടുത്തത് പലവിധ തൊഴിലുകളുടെ കേന്ദ്രം നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ പലവിധ തൊഴിലുകളുടെ ദേശം അല്ലെങ്കിൽ ലാൻഡ് ഓഫ് ഡിഫറെന്റ് ഓക്യുപ്പേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നഗരങ്ങൾ. നമ്മളിപ്പോൾ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ വില്ലേജിന്റെ ഒരു ഫീച്ചറും കൂടി ഇവിടെ മക്കൾ നോട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് പറയുമ്പോൾ തന്നെ വില്ലേജിലാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലാണെങ്കിൽ റൂറൽ ഏരിയാസിലാണെങ്കിൽ നമുക്ക് കാണുന്ന എന്താണ്, മേജർ പോർഷനും അല്ലെങ്കിൽ മേജർ ആളുകളും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ്, കൃഷിയെ, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസോ അഗ്രികൾച്ചറോ അല്ലെങ്കിൽ അതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള മറ്റെന്തെങ്കിലും എന്താ പറയുക, അഗ്രറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റെന്തെങ്കിലും തൊഴിലോ ചെയ്യുന്ന ആളുകളാണ്. ഇതാണ് ഗ്രാമങ്ങളുടെ പ്രത്യേകത. അപ്പോൾ നഗരങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഡിഫറെന്റ് ഓക്യുപ്പേഷനാണ് ഇവിടെ ഉള്ളത്, നഗരങ്ങളിലുള്ളത്. ഗ്രാമങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 75% അതിൽ മുകളിലോ ആളുകൾ എന്ത് ചെയ്യണം, കൃഷി ചെയ്യണം എന്ന് കാണാൻ പറ്റും. ഇനി നഗരങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താ പറയുക, 75% കൂടുതൽ ആളുകൾ അഗ്രികൾച്ചർ അല്ലാത്ത ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ കാർഷികേതര മേഖലകളിൽ പങ്കെടുക്കുന്നതാണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്, നഗരങ്ങളിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ വ്യാപാരവും വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ നിരവധി ആളുകൾ എവിടെ ചെയ്യുന്നുണ്ട്, നഗരങ്ങളിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള തൊഴിലുള്ളതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്, ഡിഫറെൻറ്റ് സോഷ്യോ ഇക്കണോമിക് ക്ലാസ്സസ് ഫോംഡ് ബേസ്ഡ് ഓൺ ഓക്യുപ്പേഷൻ എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗ്രാമങ്ങളിലാണെങ്കിൽ എല്ലാവരും കൃഷി ചെയ്യുന്നു, ഓൾമോസ്റ്റ് എല്ലാവർക്കും ഡിഫറെൻറ്റ് ക്ലൈമറ്റ് സീസണിൽ നിന്നുണ്ടാവും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്ലൈമറ്റിൽ നിന്നുണ്ടാവും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏർണിങ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി നഗരങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് പലവിധ ജോലികളാണ് ചെയ്യുന്നത് അല്ലേ. പലവിധ ജോലികൾ ചെയ്യുമ്പോൾ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആളുകളുണ്ടാവും, ഏറ്റവും പുവർ ആയിട്ടുള്ള ആളുകൾ എവിടെ നമുക്ക് കാണാൻ പറ്റും, സിറ്റീസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു സോഷ്യോ ഇക്കണോമിക് പുതിയൊരു എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റി അവിടെ ഫോം ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഹാവ് ആൻഡ് ഹാവ് നോട്ട് അല്ലെങ്കിൽ ഉള്ളവരും ഇല്ലാത്തവരും എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയെ ബിൽഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പുതിയൊരു ക്ലാസ് അല്ലെങ്കിൽ തൊഴിൽ വർഗ്ഗത്തെ എന്ത് ചെയ്യുന്നുണ്ട്, രൂപീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് തൊഴിൽ സംഘടനകളുടെ രൂപങ്ങളും അതിന് കാരണമാകുന്നുണ്ട്. ഡിഫറെൻറ്റ് ഓക്യുപ്പേഷനുള്ളതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേബേഴ്സിന് എന്തുണ്ടാവുന്നുണ്ട്, ഓർഗനൈസേഷനും ഫോം ചെയ്യാൻ കാരണമാവുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് സെന്റർ ഓഫ് ലാർജ് ബിൽഡിങ്സ്. വലിയ വലിയ കെട്ടിടങ്ങളുടെ കേന്ദ്രമാണിത് നഗരങ്ങൾ എന്ന് പറയുന്നത്. ഫ്ലാറ്റുകൾ, മാളുകൾ, സൂപ്പർ മാർക്കറ്റ്സ്, അതുപോലെ തന്നെ ബംഗ്ലാവുകൾ, ഇങ്ങനെ വലിയ വലിയ ബിൽഡിങ്സ് ആണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്, സിറ്റീസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. വില്ലേജിലേക്ക് പോകുമ്പോഴോ നമുക്ക് കാണാൻ പറ്റും അവിടെ വാസ്റ്റ് ഏരിയാസ് ഒക്കെ എന്തിന് യൂസ് ചെയ്യുന്നുണ്ടാവും, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് അല്ലേ. അവിടെ നമുക്ക് പാഡി ഫീൽഡ്സും അല്ലെങ്കിൽ എന്താ പറയുക കൃഷിയിടങ്ങളൊക്കെയാണ് ധാരാളമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താണ്, ഇവിടെ നമുക്ക് ബിൽഡിങ്സ് ആണ്, ലാർജ് ബിൽഡിങ്സ് ആണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്, നഗരങ്ങളിൽ കാണാൻ പറ്റുന്നത്. മറ്റൊരു പ്രത്യേകതയാണ് നഗര ജീവിത രീതികൾ. ഫാഷൻ ഭയങ്കര മോഡേൺ ആയിരിക്കും, ഫാഷൻ ആയിരിക്കും, മോഡേൺ ലൈഫ് സ്റ്റൈൽ ആയിരിക്കും, ഡൈവേഴ്സ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. ബിക്കോസ് ഒബ്വിയസ്ലി ഡിഫറെൻറ്റ് ഏരിയാസിനും എന്ത് ചെയ്യാണ്, ജോലിയുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പർപ്പസിനോ അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ലിവിങ് കണ്ടീഷനോ നോക്കിയിട്ടാണ് ആളുകൾ എവിടെ വരുന്നത്, കുറച്ചും കൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യം നോക്കിയിട്ടാണ് ആളുകൾ നഗരങ്ങളിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പുതിയ ന്യൂ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ് ഒബ്വിയസ്ലി എന്ത് ചെയ്യുന്നുണ്ടാവും, കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള ആളുകളായിരിക്കും, മോഡേൺ ലൈഫ് സ്റ്റൈൽ ആയിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്.
അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാം കൂടുതൽ ജനസാന്ദ്രതയായിരിക്കും. ഇപ്പോൾ നമ്മൾ വില്ലേജിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ ജനസാന്ദ്രത കുറവായിരിക്കും, പോപ്പുലേഷൻ ഡെൻസിറ്റി നമുക്ക് എന്തായിരിക്കും കുറവായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബിക്കോസ് അവിടെ വാസ്റ്റ് ഏരിയാസിലൊക്കെ കൃഷി ചെയ്യുന്നു, അതിനിടയ്ക്ക് വീടുകൾ ഉണ്ടാവുന്നു, അങ്ങനെയാണ്. പക്ഷെ നഗരങ്ങളാണെങ്കിൽ ഫ്ലാറ്റുകളും ഒരു ചെറിയ ഏരിയയിൽ തന്നെ ഫ്ലാറ്റുകളും ഇടുങ്ങി നിൽക്കുന്ന അവസ്ഥയും കുറേ അധികം ആളുകൾ ഒരു ചെറിയ ലാൻഡിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് താമസിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി ഹൈ ആയിരിക്കും അവിടെ സിറ്റീസിൽ, പക്ഷെ അത് കുറവായിരിക്കും അവിടെ വില്ലേജിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നീട് സ്ലംസ് ഫോം ചെയ്യപ്പെടുന്നുണ്ട്, ചേരി പ്രദേശങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ചേരി പ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ കുറേ ആളുകൾ ജോലിയുടെ ആവശ്യത്തിനൊക്കെ ആയിട്ട്, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ വരുന്നു, അവർ വീടുകളൊന്നും ചിലപ്പോൾ വാടക എടുക്കണമെന്നില്ല, വീടുകളൊന്നും വാങ്ങണമെന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, റെയിൽവേ സ്റ്റേഷൻ ഓരത്തോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലൊക്കെ എന്ത് ചെയ്യുന്നു, ചെറിയ കുടിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് താമസിക്കുന്നു. അങ്ങനെ കുറേയധികം ആളുകൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ താമസിക്കുന്നു. അങ്ങനെ ആ പ്രദേശങ്ങൾ എന്ത് ചെയ്യുന്നു, ചേരികളായി മാറുന്നു, സ്ലംസ് ആയിട്ട് മാറുന്നു. അവിടെ പൊല്യൂഷനോ അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നു, നേരിടുന്നു. അവിടുത്തെ മക്കൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നു. അങ്ങനെ ചില പ്രശ്നങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന സിറ്റീസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് സിറ്റീസിൻ്റെ അല്ലെങ്കിൽ നഗരങ്ങളുടെ സവിശേഷത നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും എഴുതുക ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് കമ്പാരിസൺ നടത്തി വില്ലേജുമായിട്ട്. അപ്പോൾ വില്ലേജിൻ്റെ സവിശേഷത ചോദിക്കുകയാണെങ്കിൽ എഴുതാനുള്ള പോയിന്റ്സ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കൃഷിയായിരിക്കും കൂടുതൽ ആളുകൾ, അതുപോലെ തന്നെ ജനസാന്ദ്രത കുറവായിരിക്കും. അങ്ങനെ നമ്പർ ഓഫ് പോയിന്റ്സ് ഞാൻ തന്നിട്ടുണ്ട്. അതും മക്കൾ മാക്സിമം ക്യാച്ച് ചെയ്തിട്ട് എഴുതാൻ നോക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, എക്സാം എഴുതാം. താങ്ക് യു, ബൈ.